വകുപ്പുകളെല്ലാം അങ്ങ് കയ്യിൽ വെച്ചുകൊണ്ട് അഴിമതിക്ക് വഴി ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെന്താണ് മറുപടി? അതായത് ഒറ്റ മറുപടിയല്ല, 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്ത് വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കണല്ലോ ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്ത് വെച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വകുപ്പ് എടുക്കരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറേ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാകുമ്പോഴാണ് അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കണം അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാണ് കയ്യിൽ വെച്ചത്? എന്തിനാണ് IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ ഞാനായതുകൊണ്ട്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. ആര്? അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരെല്ലാം ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? അതൊന്നും ഞാൻ ഡേ ടു ഡേ കാര്യങ്ങളിൽ നോക്കേണ്ട ആളല്ല. അവരെ ആർക്കൊക്കെ എല്ലാ ഗവൺമെൻറ് HODമാരും ഓരോ സ്ഥലത്തിരിക്കേണ്ട ആ ഗവൺമെൻറ് HODമാർ ആർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടെന്ന് അന്വേഷിക്കേണ്ട ജോലിയല്ല അത്. ഞാൻ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. അത് കൊടുക്കും. സഹായം കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വീതം അവരുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ നടത്തും. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ എത്തിക്കും. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം പറയാൻ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ അന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തള്ളിച്ചിട്ടുള്ളതാണെങ്കിൽ എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച്
അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല.